CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിന്റെ പേരിൽ ദിവസങ്ങളായി വിവാദം നേരിടുന്ന അവതാരകയും നടിയുമായ പേളി മാണി ആദ്യമായി വിഷയത്തിൽ വിശദമായ പ്രതികരണവുമായി രംഗത്തെത്തി. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ദൈർഘ്യമേറിയ വീഡിയോയിലൂടെയാണ് മുൻപ് പങ്കുവച്ച പോസ്റ്റിന്റെ ഉദ്ദേശവും അതിനെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങളും വിശദീകരിച്ചത്. തന്റെ വാക്കുകൾ പലരെയും വേദനിപ്പിച്ചെന്നും അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതെന്നും പറഞ്ഞാണ് പേളി സംസാരിച്ചു തുടങ്ങിയത്. ഇത്തരമൊരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ ഇത് ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം നിങ്ങളിൽ ഒരുപാട് പേരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പേളി വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത്. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെന്നും സമൂഹമാധ്യമങ്ങളിലും വാർത്തകളിലും കണ്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ പോസ്റ്റ് തയ്യാറാക്കിയതെന്നും പേളി പറഞ്ഞു. പോസ്റ്റ് തയ്യാറാക്കിയത് നോട്ട് പാഡിലാണെന്നും പിന്നീട് അത് ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതാണെന്നും അവർ വ്യക്തമാക്കി. വിവാദമായ വീട്ടിൽ പോകണമെന്ന പരാമർശത്തെക്കുറിച്ചും പേളി വിശദീകരിച്ചു. പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കും പോലീസുകാർക്കും പരിക്കേൽക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത് തന്നെ വേദനിപ്പിച്ചിരുന്നുവെന്നും ആരുടെയും ജീവൻ അപകടത്തിലാകരുതെന്ന ചിന്തയിൽ നിന്നാണ് ആ വാക്കുകൾ പറഞ്ഞത് എന്നും പേളി പറഞ്ഞു. ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യമാണെങ്കിൽ സുരക്ഷിതരാകണം എന്ന അർത്ഥത്തിലാണ് ഞാൻ അത് എഴുതിയത്. പ്രതിഷേധിക്കുന്ന എല്ലാവരും വീട്ടിലേക്ക് പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാൻ ഞാൻ ആരുമല്ല എന്നാണ് പേളിയുടെ വിശദീകരണം. തന്റെ പോസ്റ്റിന്റെ കേന്ദ്ര വിഷയം വിദ്യാർത്ഥികളെ ആവശ്യങ്ങൾ തന്നെയായിരുന്നുവെന്നും പേളി പറയുന്നു. ഓരോ കുട്ടിയും ആരുടെയെങ്കിലും മകനോ മകളോ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സ്വപ്നവും ജീവിതവുമാണെന്നും എല്ലാ കുട്ടികൾക്കും സുതാര്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് അവരുടെ ആവശ്യങ്ങൾ സമാധാനപരമായി ഉന്നയിക്കാനുള്ള അവകാശമുണ്ടെന്നും വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥ ആവശ്യങ്ങൾ മറ്റു ചർച്ചകൾക്കിടയിൽ മറഞ്ഞു പോകാതിരിക്കണമെന്ന ആശങ്കയാണ് താൻ പങ്കുവച്ചതെന്നും താരം വിശദീകരിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് സമാധാനപരമായ അഭിപ്രായ പ്രകടനത്തിലാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ കാലഘട്ടത്തെ ഓർക്കുമ്പോൾ ധൈര്യത്തോടെയും സ്നേഹത്തോടെയും പുതിയ ഇന്ത്യയെ പടുത്തുയർത്താൻ ശ്രമിച്ച ഒരു തലമുറയെക്കുറിച്ചായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഭയത്തിൻ്റെയും വിഭജനത്തിൻ്റെയും കഥകളല്ല എന്നും പേളി വീഡിയോയിൽ പറയുന്നു. മൗനം പാലിച്ചത് എടുത്തുചാടി പ്രതികരിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പലരും എന്തുകൊണ്ടാണ് ഇത്ര വൈകി പ്രതികരിച്ചതെന്ന് ചോദിച്ചിരുന്നുവെന്നും ഇത്തരമൊരു വിഷയത്തിൽ വളരെ കരുതലോടെയാണ് സംസാരിക്കേണ്ടതെന്ന് താൻ വിശ്വസിച്ചിരുന്നതായും പേളി പറഞ്ഞു. ഞാൻ പറയുന്നതെല്ലാം എല്ലാവരും അംഗീകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചത് എന്നും അവർ കൂട്ടിച്ചേർത്തു. തൻ്റെ പോസ്റ്റിൽ എഴുതിയ കാര്യങ്ങൾ അന്നത്തെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ശരിയെന്ന് തോന്നിയതായിരുന്നുവെന്നും നാളെ പുതിയ വിവരങ്ങൾ ലഭിച്ചാൽ അത് ഉൾക്കൊണ്ട് സ്വന്തം നിലപാട് തിരുത്താൻ താൻ തയ്യാറാണെന്നും പേളി വ്യക്തമാക്കി. അത് ഞാനൊരു ബലഹീനതയായി കാണുന്നില്ല, മറിച്ച് വളരാനുള്ള അവസരമായാണ് കാണുന്നത്. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അതാണ് എൻ്റെ ഉത്തരവാദിത്തം എന്നാണ് താരം പറയുന്നത്. ഒരാളുടെയും അഭിപ്രായത്തെ അന്തിമ സത്യമായി കാണരുതെന്നും സ്വന്തം അഭിപ്രായം ഉൾപ്പെടെ എല്ലാ വിമർശനാത്മകമായി വിലയിരുത്തണമെന്നും പേളി വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചു. വായിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും വിവിധ വശങ്ങൾ മനസ്സിലാക്കാനും പ്രേക്ഷകരെ അവർ ആഹ്വാനം ചെയ്തു. വീഡിയോയുടെ അവസാനത്തിൽ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളുടെയും നിയമപാലകരുടെയും എല്ലാ ഇന്ത്യക്കാരുടെയും സുരക്ഷയ്ക്കും സമാധാനത്തിനുമായി താൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പേളി പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും തുല്യ അവസരങ്ങളും സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യവും ഉറപ്പാകട്ടെ എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും താരം കൂട്ടിച്ചേർത്തു. CJP സമരവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പോസ്റ്റിനു പിന്നാലെ പേളിക്കെതിരെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത്. ഒരു വിഭാഗം താരത്തിന്റെ നിലപാടിനെ സേഫ് ഗെയിം എന്ന് വിശേഷിച്ചപ്പോൾ വിമർശന കമന്റുകൾ രേഖപ്പെടുത്തിയവരെ ബ്ലോക്ക് ചെയ്തെന്ന ആരോപണവും വ്യാപകമായി ചർച്ചയായി. തുടർന്ന് പങ്കുവച്ച ചില ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തന്റെ നിലപാട് വിശദീകരിച്ച് ഇപ്പോൾ പേളി വീഡിയോയുമായി എത്തിയിരിക്കുന്നത്.